أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وادبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അർബഈൻ, അതിലെ 23-ാമത്തെ ഹദീസ്, കുല്ലു ഖൈരിൻ സ്വദഖത്തുൻ എന്ന് നല്ല ഒരു വിഷയം. എല്ലാ നല്ല കാര്യവും സ്വദഖയാണ്. ഹദീസിൽ കാണാം, കുല്ലു മഅറൂഫിൻ സ്വദഖ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നല്ല കാര്യവും സ്വദഖയാണ്, ധർമ്മമാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. 23-ാമത്തെ ഹദീസ്, അൻ അബി മാലിക്കിൻ അൽ ഹാരിസ് ഇബ്നു ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ. ഹാരിസ് ഇബ്നു ആസിം എന്ന സ്വഹാബിയാണ് ഉദ്ധരിക്കുന്നത്. ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തുഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ് വസ്സലാത്തു നൂർ വസ്സദഖത്തു ബുർഹാൻ വസ്സബ്റു ളിയാ വൽ ഖുർആനു ഹജ്ജത്തുൽ ലക് ഔ അലൈക് കുല്ലു നാസി യഗ്ദു ഫബായിഉൻ നഫ്സഹു ഫമുഅതിഖുഹാ ഔ മൂബിഖുഹാ. റവാഹു മുസ്ലിം. ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസ് ഇമാം മുസ്ലിം എന്നവർ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ധാരാളം നല്ല കാര്യങ്ങളുടെ മഹത്വമാണ് ഇതിൽ പറയുന്നത്. ഒന്ന് തുഹൂർ, ശുദ്ധി. മറ്റൊന്ന് അൽഹംദുലില്ലാ എന്ന ദിക്ർ, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്, നിസ്കാരം, സ്വദഖ, ക്ഷമ, ഖുർആൻ പാരായണം ചെയ്യുക, ഇങ്ങനെ തുടങ്ങി ധാരാളം സൽക്കർമ്മങ്ങളുടെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ആവശ്യകത എല്ലാമാണ് ഈ ഹദീസിലൂടെ അനാവരണം ചെയ്യുന്നത്. അത്തുഹൂറു ശത്റുൽ ഈമാൻ. തുഹൂറ് എന്നാണ്, ത്വാഇന് ലമ്മ കൊടുത്തിട്ട് തുഹൂർ. തുഹൂർ എന്താണ്, ശത്ർ എന്താണ്, ഈമാൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തുഹൂറു ശത്റുൽ ഈമാൻ. തുഹൂർ എന്ന് പറയാറുള്ളത്, ഈ ഹദീസ് വിശദീകരിച്ചപ്പം നമുക്ക് ശറഹ് മുസ്ലിമിലൊക്കെ കാണാൻ കഴിയും. തഹൂറ്, തുഹൂർ രണ്ടുമുണ്ട്. നമ്മൾ വുളൂ, വളൂ എന്നൊക്കെ പറയുന്ന പോലെ ലൊമ്മ കൊണ്ട് വായിക്കപ്പെടാറുള്ളത് തുഹൂറ്, വുളൂ എന്നൊക്കെ വായിക്കല് ആ പ്രവർത്തനത്തിനാണ്. അതായത് വുളൂ പറഞ്ഞാൽ അംഗസ്നാനം, അവയവങ്ങൾ കഴുകുക, ആ പ്രവർത്തനത്തിനാണ് വുളൂ വരെ. അതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന് വുളൂ എന്നല്ല, വളൂ എന്ന് പറയാം. എന്നതുപോലെ ശുദ്ധീകരണത്തിന്, നജസിൽ നിന്ന് ശുദ്ധിയാവുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ഈ ശുദ്ധിയാക്കുക എന്ന ആ ഫിഅല്, ആ പ്രവർത്തനത്തിന് തുഹൂർ എന്നാണ് പറയുക. വെള്ളത്തിന് ത്വഹൂർ എന്നും പറയും. അപ്പോ
ഈ തുഹൂർ എന്നുള്ളത്, ഈ പ്രവർത്തനം ഷത്റുൽ ഈമാൻ. ഷത്ർ എന്ന് പറഞ്ഞാൽ നിസ്ഫ് എന്നാണ്, പകുതി. ഈമാനിന്റെ പകുതിയാണ്. ഇവിടെ നമ്മൾ കറക്റ്റ് പകുതി എന്ന് വേറൊരു റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം അത്തുഹൂറു നിസ്ഫുൽ ഈമാൻ. നമ്മളിവിടെ പറഞ്ഞത് അത്തുഹൂറു ഷത്റുൽ ഈമാൻ. ശുദ്ധീകരണം എന്ന് പറയുന്നത്, ശുദ്ധിയാക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഷത്റാണ്, ഈമാനിന്റെ പകുതിയാണ്. ഇവിടെ തുഹൂർ, ശുദ്ധി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക, നജസിനെ തൊട്ട് ശുദ്ധിയാവുക, വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക, അതായത് വുളു എടുക്കുക, ശരീരം കഴുകുക, വസ്ത്രം കഴുകുക, പിന്നെ കുളിക്കുക, ഇതിനൊക്കെയാണല്ലോ തുഹൂർ എന്ന് പറയാം. സൂഫിയാക്കളുടെ ഭാഷയിൽ തുഹൂർ എന്ന് പറയുന്നത്, തുഹൂർ നമ്മൾ ഈമാനിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരമാണ് എന്ന് പറഞ്ഞവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും. അല്ലാഹു തആല നിങ്ങളെ ഈമാന് പാഴാക്കുകയില്ല. വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും. അവിടെ ഈമാനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വലാത്താണ്, നിസ്കാരമാണ്. എന്നതുപോലെ ശുദ്ധീകരണം, വുളൂ ചെയ്യുക എന്നുള്ളത്, നിസ്കരിക്കണമെങ്കിൽ ശുദ്ധി വേണമല്ലോ, മറ്റു ഔറത്ത് മറക്കണം, അതൊക്കെ ഉണ്ടെങ്കിലും ശുദ്ധീകരണം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പുറത്തുള്ള, നിസ്കാരത്തിന്റെ മുമ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ്. അത് നിസ്കാരത്തിന്റെ പകുതിയാണ് എന്ന്. അപ്പൊ ഇവിടെ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വലാത്താണ്, നിസ്കാരമാണ്. അപ്പൊ ശുദ്ധീകരണം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പകുതിയാണ്. നമ്മൾ നിസ്കരിക്കുന്നു, അതിന്റെ പകുതി, അത്രയും ഗൗരവത്തോടു കൂടെ കണ്ട്, അത്രയും മഹത്വമുള്ളതാണ് നിസ്കരിക്കുന്നതിന് മുമ്പ് ശുദ്ധിയാവുക എന്നുള്ളത്. അതുപോലെ നമുക്ക് ഈമാന് ഈമാൻ എന്ന് തന്നെ അർത്ഥം കൊടുക്കുക. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനൊക്കെ വിശ്വസിക്കാം. ഇതിന്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ. ശുദ്ധി എന്ന് പറയുന്ന ആ കർമ്മത്തിന് അത്രയും വലിയ മഹത്വമുണ്ട് എന്നാ പറഞ്ഞത്. ഇന്നൽ അജ്റ ഫീഹി യന്തഹി ഇലാ നിസ്ഫി അജ്റിൽ ഈമാൻ. ഈമാനിന്റെ പകുതിയോളം എത്തുന്ന പ്രതിഫലമുണ്ട് ശുദ്ധിക്ക്. ശുദ്ധി കേവലം വസ്ത്രം അലക്കുക എന്നത്, അല്ലെങ്കിൽ വുളൂ ചെയ്യുക എന്നത് മാത്രമല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ശുദ്ധിക്ക് പല മർത്തബകൾ പറഞ്ഞിട്ടുണ്ട്. ത്വഹാറത്തി മറാത്തിബു. ശുദ്ധീകരണത്തിന് ഒരുപാട് മർത്തകളുണ്ട്. ഒന്ന്, നമ്മുടെ ലാഹിർ ശുദ്ധിയാക്കുക, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുക, നജസിനെ തൊട്ട് ശുദ്ധിയാക്കുക, അതുപോലെ വലിയ ശുദ്ധിയെ തൊട്ട് കുളിക്കുക. ഇതൊക്കെ ഒരു തരം ത്വഹാറത്താണ്, തുഹൂറാണ്. അതുപോലെ തത്വഹീറുൽ ജവാരിഹ് അനിൽ ജറായിം, അരുതായ്മകൾ ചെയ്യുന്നതിനെ തൊട്ട് നമ്മുടെ അവയവങ്ങളെ ശുദ്ധിയാക്കുക. നമ്മുടെ അവയവമൊക്കെ ഹറാമ് ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത നല്ല അവയവമാക്കി ആ അവയവത്തെ ശുദ്ധിയിൽ നിലനിർത്തുക. മറ്റൊന്ന് തത്വഹീറുൽ ഖൽബാണ്, ഹൃദയത്തെ ശുദ്ധിയാക്കുക. കുശുമ്പില്ലാത്ത, പകയില്ലാത്ത, കുഫ്ർ, ബിദ്അത്ത്, നിഫാഖ് ഇങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് ശുദ്ധിയാക്കുക, അഴുക്കിനെ തൊട്ട് ശുദ്ധിയാക്കുക, നമ്മുടെ ഹൃദയ ശുദ്ധീകരണം. അതിന്റെ അപ്പുറമാണ് സുമ്മ തത്വഹീറു സിർ അലാ മസിവല്ലാഹ്, അമ്മാ സിവല്ലാഹ്. അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് നമ്മുടെ കൽബിന്റെ ഉള്ള്, സിറ്. കൽബിനെ കുറിച്ച് സിർ എന്ന് പറയാറുണ്ട്, നമ്മുടെ റൂഹിനെ കുറിച്ച് സിർ എന്ന് പറയാറുണ്ട്. അള്ളാഹു അല്ലാത്ത എല്ലാ ചരാചരങ്ങളെ തൊട്ടും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക. ഇതൊക്കെ
ശുദ്ധിയാണ്. അപ്പൊ ഈ തത്വഹീറൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ പുറം, നമ്മുടെ ഉള്ള് അഴുക്കനെ തൊട്ട് ശുദ്ധിയാവുക, കൽബ് ശുദ്ധിയാക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക, നമ്മുടെ ആത്മാവിനെ ശുദ്ധിയാക്കുക. തുഹൂർ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. അപ്പൊ അതിന്റെ മഹത്വവും മനസ്സിലായി, അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കണം. ശുദ്ധീകരണം എന്നുള്ളത് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഈമാനിന്റെ പകുതി അതാണെന്ന് പറയുമ്പോൾ ആ പകുതി നമ്മൾ ശുദ്ധീകരണത്തിലൂടെ ഉണ്ടാക്കണം. അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളതും അത്രയും ഗൗരവത്തിലെടുക്കണം എന്നുള്ളതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഉള്ളും പുറവും ശുദ്ധിയാക്കണേ, അത് ഈമാനിന്റെ പകുതിയാണ് എന്ന ഒരു നിർദ്ദേശം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ മുന്നോട്ട് വെക്കുന്നു. അതിന്റെ മഹത്വവും പഠിപ്പിക്കുന്നു. തുഹൂർ എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല, അത് ഈമാനിന്റെ പകുതി അതിന് സ്ഥാനമുണ്ട് എന്ന്. അപ്പൊ തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം, അതിന്റെ മർത്തബകൾ പറഞ്ഞു. എന്നാൽ സൂഫിയാക്കൾ പറയുന്നത് തുഹൂർ എന്ന് പറയുന്നത് ഒന്ന് തഖ്ലിയത്ത്, പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും വേണ്ടാത്തതിനെയൊക്കെ ഒഴിവാക്കുക, അതാണ് തഖ്ലിയത്ത് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് തഹ്ലിയത്തു ബിൽ അഅമാൽ, അഅമാലുകളെ കൊണ്ട് രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ടത്, തഖ്ലിയത്തും തഹ്ലിയത്തും. വേണ്ടാത്തത് ഒഴിവാക്കുക. ഇപ്പൊ ഉദാഹരണം, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അപ്പോ മറ്റുള്ള ഇലാഹുകളൊക്കെ നമ്മൾ ഒഴിവാക്കി, അതിന് തഹ്ലിയത്ത് പറയും. അള്ളാഹിനെ മാത്രം അവിടെ നിലനിർത്തി, അതിന് തഹ്ലിയത്ത് എന്നും പറയും. ഇങ്ങനെ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, തഹ്ലിയത്ത് നടത്തുക. അതാണ് ത്വഹാറത്ത്, അതാണ് തഹ്ലിയത്ത്. അത് പകുതിയാണ്. പിന്നെ വേണ്ടത് ചെയ്യുക എന്നതാണ്. വേണ്ടാത്തതെല്ലാം ഒഴിവാക്കുക, അതാണ് ശുദ്ധീകരണം. അത് പകുതി. വേണ്ടത് ചെയ്യുക, അത് പകുതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തുഹൂർ എന്നുള്ളത് നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. വേണ്ടാത്ത വാക്കുകൾ, പ്രവർത്തികൾ, വേണ്ടാത്ത വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മുടെ ശരീരം, മനസ്സ് ശുദ്ധിയാക്കുക. അപ്പൊ പകുതിയായി. പിന്നെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ളത് ചെയ്തിട്ട് നമ്മൾ തഹ്ലിയത്തും നടത്തുക. ഇങ്ങനെ ഈമാനിന്റെ പകുതി എന്ന് പറയുന്നത് ഈ തഹ്ലിയത്ത് ഉദ്ദേശിച്ചിട്ടാണ് എന്ന് സൂഫിയാക്കൾ പറഞ്ഞത് കാണാം. പകുതി തഹ്ലിയത്തും, വേണ്ടാത്തത് ഒഴിവാക്കുക, പകുതി തഹ്ലിയത്തും, ആവശ്യമുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ ധന്യമാക്കുക, അലങ്കരിക്കുക, അതാണ് പകുതി. മാഷാ അല്ലാഹ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ. തുഹൂർ, ശുദ്ധീകരണം എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനേക്കാണ് സർവ സ്തുതികളും. അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടികളെ പുകഴ്ത്തിയിട്ടുണ്ട്. സൃഷ്ടികൾ അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ടുണ്ട്. സൃഷ്ടികൾ മറ്റു സൃഷ്ടികളെ വാഴ്ത്തിയിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. ഈ എല്ലാ സ്തുതികളും അള്ളാഹുവിനേക്കാണ്. സ്തുതി എന്ന് എന്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ അത് അള്ളാഹ്ക്ക് ഉടമപ്പെട്ടതാണ്. പല നിലക്കും നമുക്ക് ആ അൽഹംദുലില്ലയെ വിശദീകരിക്കാം. ഞാനത് വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അത്തലഫ്ളുദു ബി, അൽഹംദുലില്ലാ എന്ന് നമ്മൾ ചൊല്ലുക, നമ്മൾ പറയാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇങ്ങനെ പറയല് നമ്മളിപ്പോ നിസ്കാരത്തിന് ശേഷം 33 വട്ടം പറയൽ സുന്നത്തുണ്ട്. അതുപോലെ ഉറങ്ങാൻ നേരത്ത് 33 വട്ടം പറയൽ സുന്നത്തുണ്ട്. അത് അധികരിപ്പിക്കൽ സുന്നത്തുണ്ട്. എല്ലാ സമയത്തും അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തണമല്ലോ, അങ്ങനെ വർദ്ധിപ്പിക്കണം. അപ്പൊ ഈ അൽഹംദുലില്ലാ എന്ന് പറയല് തംലഉൽ മീസാൻ, അത് മീസാനിനെ നിറക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മീസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, പിന്നെ നമുക്കെല്ലാവർക്കും ഖുർആൻ കൊണ്ട്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്, നാളെ ആഖിറത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന, നമ്മുടെ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു തുലാസ് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട്. അത് പിന്നെ ആ മീസാന്
ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നന്മ ചെയ്താൽ അത് ഒരു അണുമണി തൂക്കം നന്മ നമ്മൾ ചെയ്താൽ അള്ളാന്റെ അടുക്കൽ അത് കാണും, തിന്മ ചെയ്താലും അതുണ്ടാകും. അതൊക്കെ പരലോകത്ത് വെച്ചിട്ട് തൂക്കി കണക്കാക്കപ്പെടും. അമലുകൾ എങ്ങനെയാ തൂക്കുക? ഇന്ന് തൂക്കപ്പെടാത്തൊരു സാധനമില്ല. മഴയുടെ അളവ് കണക്കാക്കപ്പെടുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് അത് കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാ തടിയുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അതിൻ്റെ ഘനങ്ങളും ഇന്ന് പനി തൂക്കപ്പെടുന്നുണ്ട്, എല്ലാ സംഗതികളും തൂക്കപ്പെടുന്നുണ്ട്. അപ്പോ രണ്ട് കഫത്തുള്ള നമ്മൾ രണ്ട് തുലാസിന് രണ്ട് പാത്രം ഉണ്ടാവില്ല, അങ്ങനെ ഉള്ള മീസാനിലേക്ക് നമ്മുടെ നന്മകൾ വലത്തതിലും തിന്മകൾ ഇടത്തതിലും വെക്കുമെന്ന് നമുക്കറിയാം. അള്ളാഹു ഹിസാബ് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആ മീസാനിൽ വെക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നത് അത് മീസാനിനെ നിറക്കും. ആരുടെ മീസാൻ? അത് ചൊല്ലിയ ആളുടെ മീസാൻ. തംലഉ മീസാനൽ ഹാമിദി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരർത്ഥം. അതായത് അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്ന ആൾ, അദ്ദേഹത്തിന്റെ ആ അൽഹംദുലില്ലയുടെ തൂക്കം, ആ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഖരവസ്തുവായിട്ട് അതിനെ സങ്കല്പിക്കുകയാണെങ്കിൽ, ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് കാണാം. ആ സാധനത്തെ നമ്മളൊരു ഖരവസ്തുവായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ മീസാനിൽ നിറയാൻ മാത്രം, മീസാനിന്റെ വലിപ്പം മറ്റു ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തഫ്താസാനി ഇമാമിനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ശറഹിൽ. അതായത് അതിന്റെ ഒന്ന് മശ്രിക്കും ഒന്ന് മഗ്രിബും നിറയാൻ മാത്രം അത്രയും വലുപ്പമുണ്ട് ആ മീസാനിന്. ആ മീസാനിലാണ് ഈ കർമ്മങ്ങൾ വെക്കുന്നത്. അൽഹംദുലില്ലാ വെച്ചാൽ അതങ്ങ് നിറയും. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, നിസ്കാരത്തിന് ശേഷം ഇനി അടുത്തത് നോക്കൂ, അതിന്റെ ബാക്കി. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും തംലആനി, അത് രണ്ടും നിറക്കും. ഔ തംലഉ, റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ശക്കുറാവി കാരണമാണ്, റിപ്പോർട്ടർമാരിൽ വന്ന തറദ്ദുദ് കാരണമാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് തംലആനി ഔ തംലഉ എന്ന് പറഞ്ഞത്. എന്ത് നിറക്കും? സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും നിറക്കും. മാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ. ആ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നതിനെ, അതിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം ആകാശഭൂമികളെ നിറക്കാൻ മാത്രം അത് മതി. വേണ്ട, സുബ്ഹാനല്ലാഹയെ നമ്മൾ അതിനൊരു ഖരവസ്തുവായി സങ്കല്പിക്കുകയാണെങ്കിൽ ആകാശവും ഭൂമിയും നിറക്കാൻ മാത്രം. കാരണം അതിൽ പറയുന്ന സുബ്ഹാനല്ലാഹയുടെ അർത്ഥം നമ്മൾ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു തആല പരിശുദ്ധനാകുന്നു എന്ന് സമ്മതിച്ചു പറയലാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ അക്കാലം മുതൽ ഇക്കാലം വരെയുള്ള സർവ്വ സൃഷ്ടികളുടെയും സർവ്വ പുകഴ്ത്തലുകളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ്, അത് അള്ളാഹ്ക്കുള്ളതാണ്. അതാണ് എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് പറഞ്ഞതിന്റെ മാന. അപ്പോ ഇത്രയും വലിയ മഹത്വമുള്ള മണിമന്ത്രമാണത്. ഇത്രയും വലിയ മഹത്വമുള്ള മണിമന്ത്രമായത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം അത്രയും വലുതാണ്. മീസാന് നിറയാൻ മാത്രം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും കൂടിയാൽ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള ഒന്ന്, അതായത് ലോകം മുഴുവൻ, ഈ ആലം മുഴുവൻ നിറയാൻ മാത്രമുള്ള വലിയ പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, അതിനത്രയും വലിയ ക്വാളിറ്റിയുള്ള രണ്ട് ദിക്റാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പതിവാക്കുവീൻ, ആഖിറം രക്ഷപ്പെടുത്തുവീൻ എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം പുന്നാര നബി നമ്മളെ പഠിപ്പിക്കുന്നത്. വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്ന് പറയുന്നത് അത് നൂറാണ്. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഓരോന്നിന്റെയും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. 5 നേരം നിസ്കരിക്കുന്നവർ, അതിന് മുമ്പും ശേഷവും സുന്നത്തുകൾ നിർവഹിക്കുന്നവർ കേൾക്കണം. നിസ്കാരം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ
അത് തെറ്റുകളിൽ വീഴുന്നതിനെ തൊട്ട് നമ്മളെ തടയും. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇരുളാണ്. ആ ഇരുളിലേക്ക് നമ്മൾ പോയി വീഴാൻ പാടില്ല. അതിനെ തൊട്ട് നമ്മളെ തടയുന്നു. വേണ്ടാത്തര പ്രവർത്തനങ്ങൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ, അല്ലെ? ഇന്ന സ്വലാത്ത കാനത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ, ഇതിലേക്കൊക്കെ ആപ്പതിക്കുന്നതിനെ തൊട്ട് നിസ്കാരം നമ്മളെ തടയും. നിസ്കാരം വെളിച്ചമാണ്. ആ വെളിച്ചം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുണ്ടലും കുഴിയിലും പോയി ചാടൂല. അപ്പോ നിസ്കാരം വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ പോലെയാണ് എന്നായി. മാത്രമല്ല നമുക്ക് യഥാർത്ഥ വഴി നമുക്ക് കാണാൻ കഴിയും. ആ നിസ്കാരം അത് നമ്മളെ നേർമാർഗത്തിലേക്ക് നയിക്കും. നിസ്കാരം വെളിച്ചം പോലെയാണെന്ന് പറഞ്ഞാൽ തിന്മയെ തൊട്ട് തടയുകയും നന്മയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ പ്രകാശം. പ്രകാശത്തിന്റെ സ്വഭാവം അതാണ് ഒന്ന്. മറ്റൊന്ന്, നിസ്കാരം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ വെളിച്ചം തന്നെയാണ്. ഖിയാമത്ത് നാളിൽ ഇരുളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രഭയാണ്, വെളിച്ചമാണ്. ഇരുളടഞ്ഞ ലോകത്തായിരിക്കും തമ്മാടികൾ ഉണ്ടാവുക. നമ്മൾ വെളിച്ചത്തിന്റെ ലോകത്തായിരിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഖിയാമത്ത് നാളിൽ നിസ്കാരം പ്രഭയാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു വെളിച്ചമായി നിസ്കാരം ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും. ആഖിറത്തിൽ ഇരുട്ടിൽ പെടൂല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിസ്കാരം ഖിയാമത്ത് നാളിൽ നിസ്കാരം പ്രഭയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വെളിച്ചുണ്ടാവുന്നു. സ്ഥിരമായി ഫർളും സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന, നിർവഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കും. അദ്ദേഹത്തിന്റെ മുഖകമലം പ്രഭാവിതമായിരിക്കും നിസ്കാരം കാരണം. മറ്റൊന്ന്, ഇതൊക്കെ മഹാന്മാർ, ഞാൻ ഓരോ കിതാബും പറയുന്നില്ല, ഇതിന്റെ നമ്മൾ ഈ പറയുന്നതൊന്നും ഒക്കെ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നടത്തിയ അഭിപ്രായങ്ങളും വിശദീകരണങ്ങളുമാണ്. ഈ നൂറ് എന്ന് പറയുന്നത്, നിസ്കാരം നൂറാണെന്ന് പറഞ്ഞല്ലോ, അതൊരു തെളിച്ചമാണ്, ബഹ ആണ്. അത് നിസ്കരിക്കുന്ന ആളുടെ മുഖത്ത് ഒരു തെളിച്ചം ഉണ്ടാവും, നിസ്കരിക്കാത്ത ആളുടെ മുഖത്ത് അത് ഉണ്ടാവില്ല. അതായത് നമ്മൾ പറയില്ല ഒരു ഈമാനിന്റെ വെളിച്ചം, ഒരു ഈമാനിന്റെ ലംഘൽ. നിസ്കാരം സ്ഥിരമായിട്ട് നിർവഹിക്കുന്ന ആളാണോ, ഈമാനിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകും ദുനിയാവിൽ. അപ്പോ ദുനിയാവിൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ഈമാനിന്റെ തെളിച്ചമുണ്ടാകും. ആഖിറത്തിൽ അദ്ദേഹം കുടുങ്ങൂല, അദ്ദേഹം പ്രഭാവലയത്തിലായിരിക്കും. മറ്റൊന്ന്, അദ്ദേഹത്തിന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, തെറ്റുകളിൽ വീഴുന്നതിനെ തൊട്ടും നന്മ ചെയ്യുന്നതിലേക്കും ഈ വെളിച്ചം ഇദ്ദേഹത്തെ നയിക്കും. ഇതൊക്കെയാണ് നിസ്കാരം നൂറാണ്. അപ്പൊ നിസ്കാരമില്ലെങ്കിൽ നൂറില്ല എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. നിസ്കരിക്കാത്ത മനുഷ്യന് നൂറുണ്ടാവില്ല, വെളിച്ചുണ്ടാവില്ല, വഴി കണ്ണു കാണൂല, അദ്ദേഹം വിജയത്തിലേക്ക് എത്തുകയില്ല, സ്വർഗത്തിലേക്ക് എത്തുകയില്ല, ഇരുളടഞ്ഞ ലോകത്തായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സ്വതക്കയെ കുറിച്ച് പറയാണ്. സ്വതക്ക അത് ബുർഹാനാണ്, തെളിവാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എപ്പോഴാണ് തെളിവ് ആവശ്യമായി വരിക? നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് തെളിവ് ആവശ്യമായി വരും. ആ തെളിവിലേക്കായിരിക്കും നമ്മൾ അഭയം തേടുക. നാളെ പരലോകത്ത് വിചാരണ വരാനുണ്ട്, ചോദ്യം നടക്കാനുണ്ട്. ആ സമയത്ത് നമ്മളൊരു മുഅ്മിനാണ് എന്നതിന്, അള്ളാന്റെ യഥാർത്ഥ അടിമയായിരുന്നു എന്നതിന് നമുക്ക് തെളിവ് വേണം. അപ്പോൾ ഈ സ്വതക്ക നൽകിയ ആള്, മുനാഫിഖിന് സ്വതക്ക നൽകുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. കാരണം അയാൾക്ക് അതിൽ വിശ്വാസമില്ല, മുനാഫിഖിന് ഈമാനില്ല. അതുകൊണ്ട് അയാള് സാധാരണഗതിയിൽ മുനാഫിഖീങ്ങൾ സ്വതക്ക ചെയ്യുകയില്ല. കാരണം അതുകൊണ്ട് ആ പൈസ വെറുതെ പോകും എന്ന തോന്നലായിരിക്കും. നന്നായി സ്വതക്ക ചെയ്യുന്നത് ഈമാനിന്റെ അടയാളമാണ്. അപ്പൊ ഈമാനുള്ള ആളായിരുന്നു എന്നതിന് ഇദ്ദേഹത്തിന് സാക്ഷി പറയും നാളെ സ്വതക്ക. ഇദ്ദേഹത്തിന്റെ ഈമാനിന്റെ മേലിൽ സാക്ഷി നിൽക്കും. ഒന്ന്. അപ്പൊ ഇദ്ദേഹം മുഅ്മിനായിരുന്നു എന്നതിന് പ്രമാണമായി നാളെ ആഖിറത്തിൽ സ്വതക്ക നിലകൊള്ളും. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ നാളെ പരലോകത്ത് ചോദിക്കപ്പെടുമല്ലോ, നിന്റെ സമ്പത്തൊക്കെ നീ എങ്ങനെ ചെലവഴിച്ചു?
അതിന് മറുപടി പറയേണ്ട ഘട്ടത്തിൽ സ്വതക്ക അങ്ങോട്ട് വരും. ഞാൻ സ്വതക്കയാണ്, അദ്ദേഹം നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രമാണമായി ആഖിറത്തിൽ മിസാനിങ്കൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള പ്രമാണമാണ് സ്വതക്ക. വസ്വബ്റു ദിയാഉൻ. അപ്പൊ സ്വതക്ക വർദ്ധിപ്പിക്കണം, ഈമാനിന്റെ അടയാളമാണ്. പരലോകത്ത് നമുക്കൊക്കെ തെളിവ് ഓരോ ഘട്ടത്തിൽ അവിടെ പരീക്ഷയുണ്ട്, അതിന്റെ ആ പരീക്ഷയുടെ വിചാരണയുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള തെളിവുകൾ ആവശ്യമായി വരും. അതിന് സ്വതക്ക കൂടെ കരുതുക. പള്ളികളെ, മദ്രസകളെ, സ്ഥാപനങ്ങളെ, അതുപോലെ പാവങ്ങളെ ഒക്കെ നമ്മൾ ധർമ്മം കൊണ്ട് സഹായിച്ചാൽ മാത്രമല്ല ദുനിയാവിൽ നമുക്ക് പരീക്ഷണങ്ങളെ തൊട്ട് രക്ഷപ്പെടാനും അത് വലിയ പരിഹാരമാണ്. സ്വതക്കയെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ സ്വതക്ക ഈ ഹദീസിൽ പറഞ്ഞത് സ്വതക്ക ആപത്ത് തടയും എന്ന മറ്റുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. ഇവിടെ പറയാണ് സ്വതക്ക നമുക്കുള്ള പ്രമാണമാണ്, തെളിവാണ്. വസ്വബ്റു ദിയാഉൻ. ക്ഷമ എന്ന് പറയുന്നത് അത് വെളിച്ചമാണ്. വസ്വബ്റു ദിയാഉൻ. സുബ്ഹാനല്ലാഹ്. ദിയാ എന്ന് പറഞ്ഞാൽ പിന്നെ ശിദ്ദത്തുൻ നൂറിനാണ്, നല്ല നല്ല ഭയങ്കരമായ പ്രകാശം. അതിനാണ് ദിയാ എന്ന് പറയാം. ഭയങ്കര വെളിച്ചം നമ്മൾ പറയില്ലേ. ക്ഷമ അങ്ങനെയാണ്. ക്ഷമ അത്ര വലിയ ശക്തമായ വെളിച്ചമാണ് എന്നൊക്കെ പറഞ്ഞാൽ അസ്വബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമ എന്ന് പറയുന്ന ഈമാന്റെ പകുതിയാണ്. നമ്മൾ ക്ഷമ, ഒരുപാട് ക്ഷമയുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ മേൽ ക്ഷമിക്കുക. അസ്വബറു അലാ ത്വഅത്തില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് മേൽ ക്ഷമിക്കുക. ആളുകൾക്ക് നോമ്പിന് പറഞ്ഞാൽ പട്ടിണി കിടക്കണം, സക്കാത്തിന് പറഞ്ഞാൽ പൈസ ചെലവാക്കണം, ഹജ്ജിന് എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും സമ്പത്തും ചെലവാക്കണം. അപ്പൊ അതിനൊക്കെ നല്ല ക്ഷമ വേണം. ഹജ്ജിനൊക്കെ നല്ല ക്ഷമ വേണം. ആരോഗ്യമുള്ള സമയം നേരത്തെ ഹജ്ജിന് പോകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ക്ഷമ വേണ്ട ഒരു അമലാണ് ഹജ്ജ്. അതുപോലെ നിസ്കാരം ഒരു കാട്ടിക്കൂട്ടാതെ നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. അപ്പൊ അള്ളാഹ്ക്ക് ആരാധിക്കുന്നതിന് മേൽ ക്ഷമിക്കുക, തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് ക്ഷമിക്കുക. അസ്വബറു അനിൽ മഅസിയ. ദോഷം ചെയ്യുന്നതിന് തൊട്ട്. ദോഷം ചെയ്യാൻ നമ്മുടെ ശരീരം എങ്ങനെ പറയും, കൂട്ടുകാർ പറയും, നമ്മുടെ സാഹചര്യം പറയും. ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കുക. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. മറ്റൊന്ന് സാധാരണ നമ്മൾ പറയാറുള്ള ക്ഷമ, അതായത് അസ്വബറു അലൻ നാഇബാത്ത്. ദുനിയാവിൽ നമുക്ക് വരുന്ന അപകടങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ആ ഘട്ടത്തിലൊക്കെ എടുത്തു ചാടാതെ, അട്ടഹസിക്കാതെ, ആത്മഹത്യയിലേക്ക് പോകാതെ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത്. ഇങ്ങനെ ആരാധനയുടെ മേലുള്ള ക്ഷമയും, തെറ്റുകളെ വിട്ടുകൊണ്ടുള്ള ക്ഷമയും, പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള ക്ഷമയും, ഇതൊക്കെ ക്ഷമയാണ്. അങ്ങനെ ക്ഷമിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അത് നമുക്ക് ആഖിറത്തിൽ അത് ശക്തമായ വെളിച്ചമായിരിക്കും. മാത്രമല്ല ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് യഥാർത്ഥ വഴിയിൽ എത്താൻ കഴിയുമെന്നതാണ്. ഇപ്പൊ ഒരു കുട്ടി പഠിക്കാൻ കോഴ്സിന് ചേർന്നു, പഠിക്കാൻ മടിയായിരിക്കും. അപ്പൊ ശരീരം പറയുന്നു പഠിക്കണ്ടെന്ന്. അപ്പോൾ വളരെ ക്ഷമിച്ച് അധ്വാനിച്ച് പഠിച്ച് സഹിച്ച് അങ്ങനെയൊക്കെ ആവുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അപ്പോ അവരുടെ ജീവിതം നല്ല തെളിച്ചമുള്ള ജീവിതമായിരിക്കും. ആഖിറത്തിൽ നല്ല തെളിച്ചമായിരിക്കും. അതിന് നല്ല ക്ഷമ വേണം. നന്മയിൽ ക്ഷമിക്കണം, തിന്മയെ തൊട്ട് ക്ഷമിക്കണം. അപ്പോ ആഖിറത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ മേഖലയും അർശിന്റെ ചുവട്ടിലെത്താൻ കഴിയും, സിറാത്ത് പാലം വിട്ടുകിടക്കാൻ കഴിയും. നമ്മുടെ എല്ലാ ഭാഗവും പ്രഭാവിതമായിരിക്കും. അപ്പോ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഅജൽ, ധൃതി കാണിക്കരുത്, എടുത്തു ചാടരുത്. എന്നാൽ ഫലക്കൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വസ്വബ്റു ദിയാഉൻ, ക്ഷമ എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലും അത് ശക്തമായ വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ, ഖുർആൻ നിനക്ക് അനുകൂലമായ പ്രമാണമാണ്. ഔ അലൈക്, അല്ലെങ്കിൽ നിനക്കെതിരായ പ്രമാണമാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന ഖുർആൻ. ഈ ഖുർആൻ നമ്മൾ സ്ഥിരമായി ഖുർആൻ ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു, ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്നു, എങ്കിൽ ഖുർആൻ നമുക്ക് അനുകൂല പ്രമാണമായിരിക്കും. അപ്പൊ ഖുർആനിന് താലോലിക്കുന്നവർക്ക്, ഖുർആനുമായി ബന്ധം നിലനിർത്തുന്നവർക്ക് വിശുദ്ധ ഖുർആൻ
അവർക്ക് അനുകൂല പ്രമാണമായിരിക്കും നാളെ ആഖിറത്തിൽ. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ ശുപാർശകനായിരിക്കും. ഇപ്പൊ ഖുർആനിന്റെ മഹത്വത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ മുറുകെ പിടിച്ചോളൂ, ഖുർആൻ ഓദിക്കോളൂ, ഖുർആനെ ബഹുമാനിച്ചോളൂ, എങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സാക്ഷി പറയും. ഖുർആനെങ്ങാനും എതിരെ ജീവിച്ചു കഴിഞ്ഞാൽ, ഖുർആനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ടേബിളിൽ നിന്ന്, നമ്മുടെ ഷെൽഫിൽ നിന്ന് മൊബൈൽ ഇങ്ങനെ എടുക്കും, പുസ്തകങ്ങൾ എടുക്കും, ഖുർആൻ നമ്മൾ തൊടുന്നില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ എത്ര ഖുർആൻ ഉണ്ടെങ്കിലും മുസ്ഹഫുകൾ ഉണ്ടെങ്കിൽ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ നിനക്ക് എതിരെ സാക്ഷി പറയും. സൂക്ഷിക്കണേ എന്നാണ് ആ പറഞ്ഞത്. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് അവസാനം അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുല്ലുന്നാസി യഗ്ദു, ആളുകളെല്ലാവരും ഫജ്റിന്റെയും അതുപോലെ സൂര്യനുക്ക് ഉദിക്കുന്നതിന്റെയും ഇടയിലുള്ള ആ സമയമുണ്ടല്ലോ, അതിരാവിലെ അവര് പോകുന്നു. യദ്ഹബു ബാക്കിറൻ, എന്നിട്ട് അദ്ദേഹം അധ്വാനിക്കുകയാണ്. ചില ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു. നഫ്സഹു, അവന്റെ നഫ്സിനോ വിൽക്കുകയാണ്, അവന്റെ നഫ്സിനോ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അവന്റെ സമയം, അവന്റെ അധ്വാനം, അവൻ നന്നായി അധ്വാനിക്കുന്നു. രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മുഅ്തിഖായിരിക്കും, അല്ലെങ്കിൽ മൂബിഖായിരിക്കും. മുഅ്തിഖ് എന്ന് പറഞ്ഞാൽ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആള്. മൂബിഖ് എന്ന് പറഞ്ഞാൽ നഫ്സിനെ നശിപ്പിക്കുന്ന ആള്, മുഹ്ലിക്. അപ്പോ ഒരാള് അദ്ദേഹത്തിന്റെ നഫ്സിനെ വിൽക്കുകയാണ്, സമർപ്പിക്കുകയാണ്, കൊടുക്കുകയാണ്. ആർക്ക്? ഒന്നുകിൽ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ശൈത്താന് വേണ്ടി കൊടുക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നഫ്സിനെ അദ്ദേഹം നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ശൈത്താന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ നഫ്സിനെ കൊടുത്തതെങ്കിൽ അദ്ദേഹം സ്വന്തം നഫ്സിനെ നശിപ്പിക്കുന്നു. അപ്പൊ രാവിലെ നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലി, അൽഹംദുലില്ലാഹ് ചൊല്ലി, അതുപോലെ നിസ്കരിച്ചു, സ്വതഖ ചെയ്തു, പിന്നെ അതുപോലെ ഖുർആനോദി, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞു. ഇനി എന്നും നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന മനുഷ്യ, നീ നിന്റെ നഫ്സിനെ സമർപ്പിക്കുന്നവനാണ്, നിന്റെ നഫ്സിനെ വിൽക്കുന്നവനാണ്, നിന്റെ നഫ്സിനെ നീ വ്യാപാരം ചെയ്യുന്നവനാണ്. പക്ഷേ നീ ശ്രദ്ധിക്കണം, അള്ളാഹ്ക്കാണോ നീ കൊടുക്കുന്നത് അതോ ശൈത്താനാണോ? അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ ഒരായത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ്. സദഖല്ലാഹ്. സൂറത്ത് തൗബയുടെ 111-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, ഇസ്തറ, അവൻ വാങ്ങിയിരിക്കുന്നു, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന്, അൻഫുസഹും, അവരുടെ നഫ്സിനെ, അവരുടെ ശരീരങ്ങളെ, വാമ്പാലും അവരുടെ സമ്പത്തിനെയും, അതായത് അവരുടെ അധ്വാനങ്ങളെയും അവരുടെ നഫ്സ് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും അവരുടെ സമ്പാദ്യങ്ങളെയൊക്കെ അള്ളാഹ് വാങ്ങി. അപ്പൊ നമ്മൾ വിറ്റു, മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തു, അപ്പൊ അള്ളാഹ് വാങ്ങി. അപ്പോ ശരിക്ക് നമ്മുടെ നഫ്സിന് നമ്മളാണ് കൊടുക്കുകയാണ്, വിൽക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അത് ആർക്കാന്ന് നോക്കണം. ചില ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സമ്പത്തും അള്ളാഹ്ക്ക് വേണ്ടി, എന്നാ അദ്ദേഹം സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവനാണ്. ചില ആളുകൾ ശൈത്താന് വേണ്ടി തെറ്റുകൾ ചെയ്യുന്നു, തെറ്റുകൾക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കുന്നു, സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. അയാള് ശൈത്താന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ശൈത്താന് വേണ്ടിയാണ് അയാൾ കച്ചവടം നടത്തുന്നത്. അപ്പോ ആഖിറത്തിൽ അയാളെ സ്വന്തം നഫ്സിനെ നശിപ്പിക്കുന്നവനാണ്. ബുദ്ധിയുള്ളവരായി മാറുക എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വോയിസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇനി കൂടുതലായി വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിൽ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അതിന്റെ മഹത്വം മനസ്സിലാക്കി കൂടുതൽ ചെയ്യാനും അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.